ഏഴിന്റെ പണിക്ക് ഇനി 5 ദിവസം. അങ്ങനെ ഏഴിന്റെ പണിക്ക് ഇനി 5 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ തന്നെ പ്രൊമോ വന്നിട്ടുണ്ട്. ഞാൻ ചെറിയൊരു കാര്യം അഡീഷണൽ പറയണമെങ്കിൽ നമ്മളില്ല രാവിലെ തൈറോയിഡിൻ്റെ ഒക്കെ ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് രാവിലെ ഇനി എന്തായാലും പ്രൊമോ വരും കേട്ടോ. ഇനി ലാസ്റ്റ് വരെയും പ്രൊമോ വരും. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ 5 ദിവസം എന്ന് പറയാൻ 5 ബിസിനസ് ക്ലാസ് എന്ന് ആ ഒരു ടിക്കറ്റാണ് ലാലേട്ടൻ കാണിക്കുന്നത്. അപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണ്ടേ? അങ്ങനെ ഏഴിന്റെ പണിക്ക് ഇനി വെറും 5 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 ദിവസത്തിന്റെ കൗണ്ട് ഡൗൺ പ്രൊമോ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് ഇനി അങ്ങോട്ട് കൗണ്ട് ഡൗൺ പ്രൊമോസ് ആണ് ഉള്ളത്. പക്ഷേ നമ്മൾ പറഞ്ഞ അതായത് ഒരു ലോങ് പ്രൊമോ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇത്തരത്തിലാണോ കാണിക്കുന്നത് അതോ അറിയില്ല, കൗണ്ട് ഡൗണിന് വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷെ എന്തായാലും ശരി, ഇന്നത്തെ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഒക്കെയാണ് ഇന്ന് കയ്യിലിരിക്കുന്നത്. അപ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇന്നത്തെ വന്നിരിക്കുന്ന പ്രൊമോയിൽ ലാലേട്ടൻ വളരെ കാഷ്വലായിട്ട് നമ്മൾ ഒരു BTS പ്രൊമോ കണ്ടായിരുന്നല്ലോ, അതായത് വലിയൊരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ബിഹൈൻഡ് ദ സീൻസ് വന്നിട്ട്. അപ്പോൾ അതിൽ നമ്മൾ കണ്ട അതായത് 5, 7 എന്ന് കാണിക്കുന്ന ഒരു പ്രൊമോയ്ക്ക് ലാലേട്ടൻ ഇങ്ങനെ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു വൈറ്റ് ടീഷർട്ട് ഇട്ട് ഒരു ഗ്രേപ്പ് കളറ് ജാക്കറ്റ് പോലത്തെ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ കൗണ്ട് ഡൗൺ ആയിട്ടുള്ള ഒരു പ്രൊമോയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ 5 ബിസിനസ് ക്ലാസ് ടിക്കറ്റ്സ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ജാൻമണിയുടെ വോയിസ് അത് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ കാണുമ്പോൾ നമുക്ക് കുറച്ച് ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവർ ബിഗ് ബോസിൽ നിന്നൊക്കെ പോയി അവരവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വീണ്ടും അടുത്ത സീസണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ? നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത്? അതോ നിങ്ങൾക്ക് ഇപ്പോഴും വെറുപ്പൊക്കെ ഉണ്ടോ? അങ്ങനെ വെറുപ്പൊന്നും വെക്കരുത്. അപ്പോൾ ജാൻമണി പറയുന്ന നിനക്ക് ഞാൻ ബിസിനസ് ക്ലാസ്സിലേ പോകത്തുള്ളൂ എന്ന് പറയുന്ന ടൈപ്പ് ഒരു വോയിസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ചീട്ട് കീറും എല്ലാം കീറും എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്തിരി ഓവറായോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് ഇന്നലത്തെ പ്രൊമോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പ്രൊമോ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് തന്നെ ഇതേണക്കുള്ള ഏത് സ്ട്രാറ്റജീസും യൂസ് ചെയ്ത് തന്നെ കളിക്കുന്ന ഒരു ഷോ ആണ്. അതുമാത്രമല്ല സേഫ് ഗെയിം കളിച്ച് തന്നെ ഫസ്റ്റ് എത്തിയ ആൾക്കാരുണ്ട്. ഇപ്പം ജിൻഡോയുടെ കേസ് മാത്രമല്ല, ഞാൻ ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ട ഒരു സീസൺ ബിഗ് ബോസ് സീസൺ 3 ആയിരുന്നു. ഫസ്റ്റ് സീസണിനകത്ത് ഈ പറയുന്ന സ്ട്രാറ്റജിയൊക്കെ ഉണ്ട് എന്നൊന്നും ആർക്കും അറിയാതെ കളിച്ചൊരു സീസണാണ്. പക്ഷേ ഇത് സ്ട്രാറ്റജി ലെവലിൽ കളിച്ചിട്ടുള്ളതിൽ ബിഗ് ബോസ് സീസൺ 3 ഉണ്ട്. അതിൽ മണിക്കുട്ടനൊക്കെ എത്ര ഹാർഷായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ലവ് ട്രാക്കിൽ മണിക്കുട്ടൻ പോയി തലവെച്ച് കൊടുത്തിട്ടില്ല. അതുപോലെ പല പരദൂഷണ കമ്മിറ്റികളിൽ മണിക്കുട്ടൻ നിന്ന് കൊടുത്തിട്ടില്ല. പിന്നെയും മണിക്കുട്ടൻ ഫസ്റ്റ് വന്നിട്ടുണ്ട്. അത് ഡിസേർവിങ് ആണോന്ന് ചോദിച്ചാൽ എൻ്റെ ഒപ്പീനിയനിൽ ഡിസേർവിങ് ആണ്. ബിക്കോസ് ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല. മണിക്കുട്ടനെ ഇന്നും എല്ലാവർക്കും അറിയാം, എവിടേക്ക് മണിക്കുട്ടൻ ഉണ്ടായിരുന്നിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയാം. സോ ആ ഒരു നിലയിൽ മണിക്കുട്ടനെ പോലെയൊക്കെ ഗെയിം കളിച്ച് ഫസ്റ്റ് എത്തുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. കാരണം പ്രൊവോക്ക് ചെയ്യാൻ ചുറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സീസണിലും എനിക്ക് ഇപ്പോൾ എല്ലാവരും ഒരുപോലെ കളിച്ചാൽ ബോറായിരിക്കും. അപ്പം ഡിസേർവിങ് ആയിട്ടുള്ളവർക്ക് കിട്ടട്ടെ എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റൂ. ഏതായാലും 5 ബിസിനസ് ക്ലാസ് ടിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഡയറക്ട്ലി കംപ്ലീറ്റ്ലി കൺഫേം ചെയ്തിട്ട് ഇത് കോമണേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 കോമണേഴ്സോ എന്ന് ചോദിക്കാൻ പറ്റില്ല. അത് സെലിബ്രിറ്റീസ് ആണെങ്കിലും ഈ പറയുന്ന കണക്ക് 5 ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഒക്കെ തന്നെയാണ് അവരെടുത്തു കൊടുക്കുക. നമ്മൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കാം. കാരണം ഇനി അങ്ങോട്ട് അവരുടെ അവിടുത്തെ ഒരാഴ്ചത്തെ അവരുടെ ഒരു ക്വാറന്റൈൻ തന്നെ ഉണ്ട് അവർക്ക്. പിന്നെ അതിനുശേഷം ക്യാരവനിൽ ഓരോരുത്തരെയും ഇരുത്തുന്നതും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവർ അതേ കണക്ക് ബിഗ് ബോസിലേക്ക് അവരൊരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. അപ്പോൾ കോമണേഴ്സ് 5 പേരാണോ എന്ന് നമുക്ക് സംശയിക്കാനുള്ള ഒരു ക്ലൂ ആണോ തന്നിരിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. ഏതായാലും ശരി, ആ 5 ബിസിനസ് ക്ലാസ് ടിക്കറ്റ് നമുക്ക് 5 മത്സരാർത്ഥികൾ, നമ്മൾ കാത്തിരിക്കുന്ന 5 മത്സരാർത്ഥികളാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് പ്രൊമോ വെച്ചിട്ട് നമുക്കൊരിക്കലും സീസൺ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ സീസണിലും മാറ്റി പിടിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് അവസാനം പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നമുക്ക് വലിയ മാറ്റം തോന്നിയത് ആ ഒരു ബിഗ് ബോസ് ഹൗസിനകത്താണ്. അതായത് പവർ റൂം ഉണ്ടായിരുന്നു, പിന്നെ 3 ബെഡ്റൂംസ് ഉണ്ടായിരുന്നു, അത്തരത്തിൽ. പക്ഷേ അവസാനം വന്നപ്പോൾ എല്ലാവരും പവർ റൂമിനകത്തായിരുന്നു. അപ്പോൾ ഒറ്റ ബെഡ്റൂം ഉള്ളതുപോലെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സീസണിലും
ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് എടുക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും എടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് ബിഗ് ബോസ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഈ സീസണിലും ഈ പറയുന്ന സ്ട്രാറ്റജീസ് തന്നെ ഉണ്ടാകും. ലാലേട്ടൻ എല്ലാ വീക്കെൻഡിലും വരും, സംസാരിക്കും. ഇതുപോലെയൊക്കെ തന്നെയാണ്. വലിയ എക്സ്പെക്ടേഷൻ എനിക്കിപ്പോൾ തോന്നുന്നില്ല. ആദ്യത്തെ ഒരു സീസണിന്റെ പ്രൊമോ കണ്ടപ്പോൾ ഞാൻ കരുതി ഓക്കെ ഇനി എല്ലാ എപ്പിസോഡ്സിലും വീക്കെൻഡ് എപ്പിസോഡ്സിൽ ലാലേട്ടൻ വരുമ്പോഴത്തേക്കിനും മുണ്ടും ഷർട്ടും ഒക്കെ ഉടുത്ത് എടാ മോനെ എന്നുള്ള ആ ഒരു പഴയ സ്റ്റൈലിൽ കൊണ്ടുവരും. ഇത് ഫഹദ് ഫാസിലിന്റെ എടാ മോനെ ആയിപ്പോയി. ഓക്കെ, ഏതായാലും ശരി, ആ ഒരു ഫീലൊക്കെ ആയിരുന്നു തോന്നിയിരുന്നത്. പക്ഷെ പിന്നീട് വന്ന പ്രൊമോസിൽ നമുക്ക് ആ ഒരു പ്രതീക്ഷ തരുന്നില്ല. എല്ലാ വട്ടവും പോകുന്ന കണക്ക്. പക്ഷെ ഇത്തവണത്തെ സെലക്ട് ചെയ്തിരിക്കുന്ന മത്സരാർത്ഥികൾ കുറച്ച് പഞ്ചൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. അങ്ങനെ മത്സരാർത്ഥികളുടെ കയ്യിലിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്നത്. കാരണം മത്സരാർത്ഥികൾ പരസ്പരം എങ്ങനെയായിരിക്കും, അവരെന്തൊക്കെ ഗെയിംസ് കാണിക്കും, അവർ ഫൈറ്റ് ചെയ്യുമോ, അവർ വളരെയധികം സൗഹൃദം കാണിക്കുമോ, പ്രണയിക്കുമോ, ഇതെല്ലാമാണ് ബിഗ് ബോസ് സീസൺ 7. അപ്പം നമുക്ക് ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയതിന് ശേഷം മാത്രമേ ജഡ്ജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും ശരി, കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. 5 ദിവസം മാത്രം. നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ് മൈ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും TV ചാനൽ വിശേഷങ്ങൾക്കും ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂസിനും അതുപോലെ തന്നെ വൈറൽ കോണ്ടന്റിനുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും.